ഗൈസ് 6-7 വർഷമായിട്ട് നമ്മുടെ വീട്ടിന്റെ മുലക്ക് കിടക്കുന്ന ഈ കുപ്പിയുടെ മേക്ക് ഓവർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒന്ന് നന്നായി കഴുകി എടുത്ത് ബേസ് ആയിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കണം. എന്റെ കയ്യിൽ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുണി മുക്കിയാണ് അടിച്ചത്. 2 കോട്ട് വേണ്ടി വന്നു. അതിനുശേഷം മുകൾ ഭാഗത്തായിട്ട് ഈ കാണുന്ന പോലെ റെഡ് കളർ അടിച്ച് മുഴുവൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു കുപ്പി സാന്താക്ലോസിനെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. ബേസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്കിൻ കളർ പെയിന്റ് എടുത്ത് ഈ കാണുന്ന ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കണം. അതിനുശേഷം ബ്ലാക്ക് കളർ ഇട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2 കണ്ണ് വരച്ച് അത് ഫുള്ള് ബ്ലാക്ക് ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീരപ്പം മാതിരി ഒരു വലിയ 2 പിരികം കൂടെ വരച്ചു കൊടുത്താൽ സാന്താക്ലോസിന്റെ മുഖത്തെ കലകൾ റെഡിയായി. ഇനിയിപ്പോൾ പിരികത്തിനകത്തൊന്ന് വൈറ്റ് ഇട്ട് ഫില്ല് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് വേണ്ടി 2 കുത്തൂടെ കൊടുക്കണം. കുറച്ച് സന്തോഷത്തിന് ഇച്ചിരി ബ്ലഷ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ബ്ലാക്ക് പേപ്പർ എടുത്ത് അതിലൊരു മീശയും വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ബ്ലാക്ക് പേപ്പർ ഇല്ലെങ്കിൽ സാരമില്ല, സാധാരണ ഒരു പേപ്പറിൽ മീശ വരച്ചിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുത്താലും മതി. മീശ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സാന്തയുടെ തൊപ്പിയുടെ ഭാഗത്ത് ഇതുപോലെ പശ തേച്ച് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ താഴെ മുഴുവൻ പശ തേച്ച് നമ്മുടെ സാന്തയുടെ താടിയും മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. തൊപ്പിയുടെ മുകൾ ഭാഗത്ത് കുറച്ച് പഞ്ഞിയും വെച്ച് മീശയെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ സാന്ത ഇവിടെ റെഡിയായി. പക്ഷേ മൂക്കില്ലാത്ത കാരണം എന്തോ ഒരു ഇതുള്ളത് കൊണ്ട് ഒരു പിങ്ക് ക്രയോൺ എടുത്ത് മൂക്കിന്റെ ഭാഗം ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.